ഗിൽസ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങിയില്ലേ? എന്തായാലും മാത്സ് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ പാരലൽ ലൈൻസ് ആണ്, സമാന്തര വരകൾ. ഇത് കുറച്ചൊക്കെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. എന്നാലും ഈ കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, കോ ഇന്റീരിയർ ആംഗിൾസ്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ഈ 4 എണ്ണം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഈ 4 ആൾക്കാരും, അതായത് സമാന കോണുകള്, മറുകോണുകള്, ആന്തര സഹകോണുകള്, ബാഹ്യ സഹകോണുകള്, ഈ 4 ആൾക്കാരെയാണ് മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും ഈ ഒരു ഭാഗത്ത് ഇനി പ്രശ്നം വേണ്ട. ഇത് മാത്രമേ ഇതൊരു ടഫ് എന്ന് പറഞ്ഞ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് പഠിച്ചു നോക്കിയാലോ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ആള് എന്ന് പറയുന്നത് നമ്മളുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആരാണ്? നമ്മളുടെ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്മൾ പറയാം എന്താണ്? സമാന കോണുകൾ എന്നാണ് ഇവനെ പറയാം. സമാന കോണുകൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മളുടെ രണ്ട് പാരലൽ ലൈൻസ്, രണ്ട് പാരലൽ ആയിട്ടുള്ള ലൈൻസ്. ആ രണ്ട് പാരലൽ ലൈൻസിന് ഏതാ നോക്കിയേ, ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ചിരിഞ്ഞ വര, സമാന്തര വരകളെ, രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ചെടുക്കുന്നു. അല്ലെങ്കിൽ രണ്ട് പാരലൽ ലൈൻസിനെ എന്ത് ചെയ്യുന്നു? ഒരു ട്രാൻസ്വേഴ്സലി ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയും ഉള്ള സമയത്ത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരേ പൊസിഷനിലുള്ള ആംഗിൾസാ. ഇവർ പറയുന്നത് കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കുന്ന. ആരാ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഈക്വൽ, അതായത് തുല്യം. കറസ്പോണ്ടിങ് ആംഗിൾസ് ആരാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് പറഞ്ഞാൽ ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ്. മിസ് കാണിച്ചേട്ടെ. അതായത് ഇവിടെ രണ്ട് ജംഗ്ഷൻ മക്കൾ കണ്ടോ? ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴും എന്താ പറയാ, 4 റോഡും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ജംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇങ്ങനെ 4ഉം കൂടി കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ഇവിടെ 4 ലൈൻസ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. രണ്ട് ജംഗ്ഷൻ കണ്ടോ? അങ്ങനെയെങ്കിൽ മിസ് പറയാണ്, ഇവിടെ നോക്ക്, ഇവിടെ ആംഗിൾസ് നോക്കണേ. ഇവിടെ നോക്ക്, ഇവിടെ ഈ ഒരു ജംഗ്ഷന്റെ മുകളിൽ വലതുഭാഗത്ത് ഒരു ആംഗിൾ ഉണ്ട് ആൻഡ് ഇടതുഭാഗത്ത് ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ താഴെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ താഴെ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ 8 ആംഗിൾസ് മക്കൾക്ക് കാണാൻ പറ്റും അല്ലെ? 8 ആംഗിൾസ് മക്കൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ 8 ആംഗിൾസിൽ തുല്യമായിട്ടുള്ള കറസ്പോണ്ടിങ് ആംഗിൾ ആരാന്ന് ഞാൻ കാണിച്ചുതരാം. അതായത് ഒരേ പൊസിഷനിൽ നിന്നല്ല മിസ് പറഞ്ഞത്, ഒരേ പൊസിഷനിൽ. അതായത് ഇവിടെ ഓക്കെ, ഈ ഒരു ജംഗ്ഷന്റെ മുകളിൽ വലതു ഭാഗത്തല്ലേ ഇവനുള്ളത്, അതുപോലെ ഈ ജംഗ്ഷന്റെ മുകളിൽ വലതു ഭാഗത്താണ് ഇവന്. ഇവന്മാർ രണ്ടാളും കറസ്പോണ്ടിങ് ആംഗിളാ. ദെൻ ഇവന്മാർ രണ്ടാളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കേ, ഇവിടെ ഉള്ള ഇത് നോക്ക്, ഇത് മുകളിൽ തന്നെ ഇടതു ഭാഗത്താ, ഇവനും മുകളിൽ ഇടതു ഭാഗത്താ. അപ്പൊ ഇവന്മാർ രണ്ടാളും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കേ, വേറെ കളർ കൊടുക്കട്ടെ. ഇവനും ഇവനും താഴെ വലതു ഭാഗത്ത് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് ഇവനും താഴെ ഇടതു ഭാഗത്ത്, ഇവന്മാരും ഈക്വൽ ആയിരിക്കും. എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്ന് മിസ് പറഞ്ഞിട്ടെ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ 2 ലൈൻസ് വരെ ഇങ്ങനെ ഒരു ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ ഇവർ പറയും ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഒരേ പൊസിഷനിലുള്ള ആംഗിളാ. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവൻ ഒബ്വിയസ്ലി 30 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾ മനസ്സിലായില്ലേ? 2 രീതിയിലാണ് ഇത് ചോദ്യം ചോദിക്കുക. കറസ്പോണ്ടിങ് ആംഗിൾ ചിലപ്പോൾ നമുക്ക് ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവൻ എത്രയെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഈ ചോദ്യം നിങ്ങൾക്ക് വേറെ രീതിയിലും പ്രൂവ് ചെയ്യും, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ വേറൊരു രീതിയിൽ ഇവനെ ചോദിക്കും. അതായത് ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആംഗിൾ ഇതിൽ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് എന്താ കറസ്പോണ്ടിങ് എന്ന് മനസ്സിലായേ പറ്റുള്ളൂ. ഇനി അടുത്ത എന്താണ്? ഇനി അടുത്ത മിസ് പറഞ്ഞാൽ പോകുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ആരാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? മറുകോണുകൾ. അവനെയാണ് മിസ് പറയാൻ പോകുന്നത്. ഈ മറുകോണുകളും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്, അതായത് തുല്യമാണ്. അപ്പൊ ആരാ മറുകോണുകൾ എന്ന് മിസ് പറഞ്ഞിട്ടെ. അതായത് ഇതുപോലെ തന്നെ മക്കൾ വരച്ചു നോക്ക്, 2 പാരലൽ ലൈൻസ് മിസ് വരയ്ക്കുന്നേ. 2 പാരലൽ ലൈൻസ് വരയ്ക്കുന്നേ. ആ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട് എന്ന് മിസ് പറഞ്ഞു. ആരൊക്കെ ജംഗ്ഷൻ? ഈ ഒരു 4ഉം കൂടി ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കേ, ഫസ്റ്റ് ഈ ഒരു ആംഗിളിന്, ഇതൊക്കെ ഈ ഒരു ആംഗിളിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആരാന്നറിയോ? ഈ ഒരു ആംഗിളിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആരാന്നറിയോ? അതായത് ഈ ആംഗിൾ എവിടാ ഉള്ളത്? ഈ ആംഗിൾ ഉള്ളത് എന്ന് പറയുന്നത് ടോപ്പിൽ. നോക്ക്, ഈ ഒരു ജംഗ്ഷന്റെ ടോപ്പില്
റൈറ്റ് ഭാഗത്താണ് അല്ലെ, ഇതിന്റെ ടോപ്പിൽ റൈറ്റ് ഭാഗത്താണ് ഈ ഒരു ആംഗിൾ ഉള്ളത്. അല്ലെങ്കിൽ എന്താണ്, വലത് മുകളിലാണ് ഈ ആംഗിൾ ഉള്ളത്. ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ടോപ്പ് റൈറ്റിന് ഓൾട്ടർനേറ്റ് ആരാന്നറിയോ? ബോട്ടം, താഴെ ലെഫ്റ്റിലുള്ളതായിരിക്കും. അപ്പൊ അതാ നമുക്ക് അടുത്ത ജംഗ്ഷനിൽ എന്തായിരിക്കും, ഇത് ടോപ്പിലാണെങ്കിൽ ഇത് താഴെയാണ് വരിക, ഇത് റൈറ്റിലാണെങ്കിൽ ഇത് ലെഫ്റ്റില്, അതായത് ഇവനായിരിക്കും. മനസ്സിലായോ? അതായത് ടോപ്പ് റൈറ്റിന് നമുക്ക് ഓൾട്ടർനേറ്റ് എന്ന് പറയുന്ന ആരാണ്? അടുത്ത ജംഗ്ഷനിലെ ഓൾട്ടർനേറ്റ്, അതായത് നമ്മളുടെ ഓപ്പോസിറ്റാ. ടോപ്പ് റൈറ്റിന് ഓപ്പോസിറ്റ് എന്താണ്? ബോട്ടം ലെഫ്റ്റ്. ബോട്ടം ലെഫ്റ്റ്, അതായത് എന്താണ്? ഇടത് താഴെ. സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യല്ലേ? ഇനി അടുത്ത് നോക്കേ, വേറൊന്നുകൂടെ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഇവിടെ നോക്ക്, ഇവനാണെങ്കിലോ, ഇവൻ എന്ന് പറയുന്ന ആരാ എവിടെയാണുള്ളത്? ഇത് ടോപ്പില് ലെഫ്റ്റിലാണ് അല്ലെ ഉള്ളത്, അതായത് വലത് മുകളിലാണ്. ഇതെവിടെ ഉണ്ടാവുക? ബോട്ടത്തില് റൈറ്റിലായിരിക്കും, അതായത് ഇവനായിരിക്കും ഇതിന് ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഇവൻ എവിടെ ആയിരിക്കും? ഇത് താഴെ വലത് ഭാഗത്താണ്. അപ്പൊ ഇവിടെ ഓൾട്ടർനേറ്റ് എന്തായിരിക്കും? മുകളില് ഇടത് ഭാഗത്ത് ഇവന്. റെഡി? ഇതൊക്കെ, ഇത് ബോട്ടത്തില് ലെഫ്റ്റ് സൈഡിലാണ്, ഇതെവിടെ വരിക? ടോപ്പില് റൈറ്റ് സൈഡിലായിരിക്കും അല്ലെ, ടോപ്പില് റൈറ്റ് സൈഡില്. ഇതാ നോക്കി, ഇവൻ ഓൾട്ടർനേറ്റ് ഇവന്. മിസ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇതാ നോക്കി, ഇതാ ഇങ്ങനെ വരയ്ക്കുന്നേ, ഒരു ലൈന് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ലൈന് 40 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ എനിക്ക് കണ്ടെത്തണം. ഓക്കെ, ഇത് 40 ഡിഗ്രി എന്തോ ആയിക്കോട്ടെ, ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ആംഗിൾ കണ്ടെത്തണം. അത് എത്രയാണ് അതിന്റെ മെഷർ എന്നും എനിക്ക് പറയണം. എങ്ങനെയാ പറയാ? ഇതിന്റെ ഓൾട്ടർനേറ്റ് എങ്ങനെയാ കണ്ടെത്തുക? നമ്മൾ നോക്കുക, ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട്, ഈ ജംഗ്ഷനിലാണ് ഈ ആംഗിൾ കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് ഈ ജംഗ്ഷനിലുള്ള ഒരു ആംഗിൾ ആണ്. ഈ ജംഗ്ഷനിൽ എവിടെയാണ് അവൻ കിടക്കുന്നത്? ഇത് നോക്ക്, ഈ ജംഗ്ഷനിൽ മുകൾ ഭാഗത്ത് ഇടതാണ് അല്ലെ, ഇടത് മുകളിലാണ് ഇവൻ വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ടോപ്പില് ലെഫ്റ്റിലാണ്. അപ്പൊ ഇവിടെ ആരാ ഉണ്ടാവുക? ഇത് ടോപ്പിലാണ്, ഈ ജംഗ്ഷനിൽ നമുക്ക് ബോട്ടത്തിലാണ്, അതായത് ഈ 2 ആംഗിളിൽ ഏതോ ഒന്നാണ് ഉണ്ടാവുക അല്ലെ. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ജംഗ്ഷന്റെ മുകൾ ഭാഗത്താ അല്ലെ, ടോപ്പിലുള്ളത്. അപ്പൊ എന്തായാലും എന്തായിരിക്കും? ഈ ഒരു ജംഗ്ഷന്റെ താഴ്ഭാഗത്ത് എവിടോ ഒന്നാണ് ഈ ഓൾട്ടർനേറ്റ്. ഇനി നോക്ക്, ഇവിടെ മുകൾ ഭാഗത്ത് എവിടെ ഉള്ളത്? ലെഫ്റ്റിലുള്ളത്. അപ്പൊ ഇവൻ ഇവിടെ ആയിരിക്കും റൈറ്റിൽ. ഇതാ ഇവ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇവൻ 40 ഡിഗ്രിയാണ്. റെഡി? മനസ്സിലായോ? അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾ എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ 2 ജംഗ്ഷൻ ഉണ്ടാവും, ഒരു ജംഗ്ഷനിൽ ഒരു ആംഗിൾ എന്നാൽ അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ അപ്പുറത്തെ ജംഗ്ഷനിലാണുള്ളത്. അപ്പുറത്തെ ജംഗ്ഷനിൽ എവിടെയാണുള്ളത്? അതായത് ഒന്ന് ടോപ്പിൽ റൈറ്റിലാണുള്ളതെങ്കിൽ മറ്റേത് ബോട്ടത്തിൽ ലെഫ്റ്റിലായിരിക്കും ഉള്ളത്. മറ്റേ ബോട്ടത്തിൽ റൈറ്റിലാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ടോപ്പിൽ. ബോട്ടത്തിൽ റൈറ്റിലാണെങ്കിൽ ബോട്ടത്തിൽ, ടോപ്പിൽ ലെഫ്റ്റില്. അങ്ങനെ ഓരോന്ന് നോക്കി കണ്ടുപിടിച്ചാൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ടോപ്പിലാണ്, ഇവിടെ ബോട്ടത്തിലാണ് ഇവ ഉണ്ടാകുക, ഇത് റൈറ്റിലാണ്, ഇവ ലെഫ്റ്റിലാണ് ഉണ്ടാവുക. അത് മാത്രം നോക്കിയാൽ മതി. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതും ഈക്വൽ ആണ്. ഇനി അടുത്ത ആള് എന്ന് പറയുന്നത് നമ്മളുടെ കോ ഇന്റീരിയർ ആംഗിൾസാ. കോ ഇന്റീരിയർ ആംഗിൾസും ഉണ്ട്, അതുപോലെ കോ എക്സ്റ്റീരിയറും ഉണ്ട്. അത് ഭയങ്കര സിമ്പിളാ. കോ ഇന്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ ആന്തര സഹകോണുകൾ. ആന്തര സഹകോണുകൾ, അതായത് കോ ഇന്റീരിയർ ആംഗിൾസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ 2 പാരലൽ ലൈൻസിനെ, 2 പാരലൽ ലൈൻ, ആ 2 പാരലൽ ലൈനെ മറ്റൊരു ലൈന് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നേ. അങ്ങനെയുള്ള സമയത്ത് കോ ഇന്റീരിയർ അല്ലെങ്കിൽ ആന്തര സഹം, ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളില്, ആന്തരം, ഉള്ളിൽ ഒരേ ഭാഗത്തുള്ള ആംഗിളിലെ, അതായത് ഇവനും ഈക്വൽ ആന്നല്ല പറയുന്നത്, ഇവന്റെ സമ്മ് 180 ആയിരിക്കും എന്നാ ഇവര് പറയുന്നത്. അതായത് തുക 180. ആന്തര സഹകോണുകളുടെ തുക 180 ആയിരിക്കും. അതായത് ഇവൻ 30 ഒക്കെ ആണെങ്കിൽ ഇവൻ എത്ര ഉണ്ടാവുക? ഇവൻ 150 ഡിഗ്രി. ഇവന്മാർ രണ്ടാളും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ആന്തരത്തിൽ ഒരേ ഭാഗത്തുള്ള ഇവന്മാർ രണ്ടാളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും എത്ര തന്നെ കിട്ടുക? 180 ഡിഗ്രി തന്നെ കിട്ടുക. ഇനി എന്തായിരിക്കും? ഇതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ, എന്തായിരിക്കും? ബാഹ്യ സഹകോണുകൾ. ബാഹ്യ സഹകോണ് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുന്നതാണ് ബാഹ്യ സഹകോണുകള്. അല്ലെങ്കിൽ എന്താണ്? കോ എക്സ്റ്റീരിയർ ആംഗിൾസ്. കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഇതും എന്താണ്? ഈക്വൽ ആന്നല്ല പറയുന്നത്, സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇതെന്തായിരിക്കും ഇവിടെ സാധനം വരിക? 2 പാരലൽ ലൈൻസ് വരയ്ക്കും. ആ 2 പാരലൽ ലൈൻസിനെ മറ്റൊരു ലൈന് വന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ
എക്സ്റ്റീരിയർ ബാഹ്യത്തിൽ, അതായത് ഇവിടെ പുറംഭാഗത്ത് പുറത്ത് ഒരേ ഭാഗത്തുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. അതായത് ഇതൊരു 70 ആണെങ്കിൽ ഇത് എത്ര വരിക? 110 ഡിഗ്രി ആണ്. അതുപോലെ അപ്പുറത്തെ ഭാഗത്തും ഇവനും സിമ്പിൾ അല്ലേ? അപ്പോൾ മിസ് പഠിപ്പിച്ചു തന്ന ഈ ഒരു വീഡിയോയിലൂടെ കറസ്പോണ്ടിങ് ആംഗിൾസ്, ഒരേ പൊസിഷനിലുള്ള ആംഗിൾസ് എന്താന്ന് പറഞ്ഞു. ഇനി ആൾട്ടർനേറ്റ് ആംഗിൾസ്, മറുകോണുകൾ, അതായത് എന്താണ് ഇതിൽ ഓപ്പോസിറ്റ് വരുന്നതെന്ന് മിസ് പറഞ്ഞു. ഇതാണ് കുറച്ചൊരു വൃത്തികെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്ത കോ ഇന്റീരിയർ ആംഗിൾസും കോ എക്സ്റ്റീരിയർ ആംഗിൾസും ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതാണ് വലിയ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇനി എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ കറസ്പോണ്ടിങ്, ആൾട്ടർനേറ്റ് ആൻഡ് കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ. ഇത് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് എക്സാംസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ, മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് എജ്യൂപോർട്ടിന്റെ കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മക്കളെ, അടുത്ത ബാച്ച് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 12-നാണ്. വെറുതെ മിസ്സാക്കണ്ട. തുടക്കം മുതൽ, ബേസിക് മുതൽ, ഞങ്ങൾ അഡീഷൻ മുതൽ നിങ്ങൾക്ക് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു മാത്സിന്റെ ബൂട്ട് ക്യാമ്പ് തന്നിട്ട് അതിൽ അഡീഷൻ മുതൽ പഠിപ്പിച്ചിട്ട് എന്നിട്ടാണ് ഞങ്ങൾ മാത്സിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പം മിസ്സാക്കണ്ട. നിങ്ങളുടെ ലൈഫിൽ തന്നെ ബെസ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 7ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരണമെന്ന് ചെറിയൊരു ആഗ്രഹം എൻ്റെ കുട്ടികളുടെ ഉള്ളിലുണ്ട് എങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ എജ്യൂപോർട്ടിന്റെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് എജ്യൂപോർട്ടിന്റെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തേക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും, സെറ്റായിരിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കോൾ ചെയ്യും. ഇവിടെ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് ബാച്ച്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. സോ ബാച്ചിന് 2599 രൂപയാണ് ഒരു കൊല്ലത്തേക്ക് വരുന്നത്. അപ്പോൾ വെറുതെ മിസ്സാക്കേണ്ടടാ. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വരുന്നവരെ ബൈ.